Hi students, welcome back. Today we are going to study classification of amino acids. Okay, are you ready? Amino acids are classified as acidic, basic or neutral depending upon the relative number of amino and carboxyl group in their molecule. Amino acids നമ്മൾ classification ചെയ്യണം acidic, basic or neutral. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദി റിലേറ്റീവ് നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ഇൻ ദെയർ മോളിക്യൂൾ. അവിടെ മോളിക്യൂളിൽ അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് അമിനോ ആസിഡ് നമുക്ക് അസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ എന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഈക്വൽ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് മേക്ക് ഇറ്റ് ന്യൂട്രൽ. അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ഈക്വൽ നമ്പർ ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. മോർ നമ്പർ ഓഫ് അമിനോ ദാൻ കാർബോക്സിൽ ഗ്രൂപ്പ് മേക്ക് ഇറ്റ് ബേസിക്. അമിനോ ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പിനേക്കാളും കൂടുതലെങ്കിൽ ഇറ്റ് ഈസ് ബേസിക് ആയിരിക്കും. ആൻഡ് മോർ കാർബോക്സിൽ ഗ്രൂപ്പ്സ് ആർ കമ്പയർഡ് ടു അമിനോ ഗ്രൂപ്പ്സ് മേക്ക് ഇറ്റ് അസിഡിക്. ഓക്കെ, ദി അമിനോ ആസിഡ്സ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ആർ നോൺ ആസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പോൾ അമിനോ ആസിഡ്സ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ആർ നോൺ ആസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. On the other hand, those which cannot be synthesized in the body and must be obtained through diet are known as essential amino acids. നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ്സിന് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറ്റിലൂടെ വേണം, ആ അമിനോ ആസിഡ്സിനാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, amino acids are usually colorless crystalline solids. These are water soluble, high melting solids and behave like salt rather than simple amines or carboxylic acids. Amino acids are usually colorless crystalline solids. These are water soluble, high melting solids and behave like salt rather than simple amines or carboxylic acid. കണ്ടോ, അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് കളർലെസ് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്, വാട്ടർ സോലുബിൾ ആണ്, ഹൈ മെൽറ്റിംഗ് സോളിഡ്സ് ആണ്, ആൻഡ് ബിഹേവ് ലൈക്ക് സോൾട്ട് റാദർ ദാൻ സിമ്പിൾ അമീൻസ് ഓർ കാർബോക്സിലിക് ആസിഡ്. ദിസ് ബിഹേവിയർ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ് ഇൻ ദ സെയിം മോളിക്യൂൾ. കണ്ടോ, അസിഡിക് ഗ്രൂപ്പും ഉണ്ട്, ബേസിക് ഗ്രൂപ്പും ഉണ്ട് സെയിം മോളിക്യൂൾ. കണ്ടോ, ഇതാണ് അമിനോ ആസിഡ്സ്, ദാറ്റ് ഇസ് ദ അസിഡിക് ഗ്രൂപ്പ് ആൻഡ് ദിസ് ഈസ് ദ ബേസിക് ഗ്രൂപ്പ്. ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ് ഇൻ അമിനോ ആസിഡ്സ്. സോ അമിനോ ആസിഡ്സ് ബിഹേവ് ലൈക്ക് സോൾട്ട്. നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. ഇൻ അക്വസ് സൊല്യൂഷൻ ഇറ്റ് ബിഹേവ്സ് ആസ്, ഇൻ അക്വസ് സൊല്യൂഷൻ ദി കാർബോക്സിൽ ഗ്രൂപ്പ് ക്യാൻ ലോസ് എ പ്രോട്ടോൺ ആൻഡ് അമിനോ ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ, ഗിവ് റൈസ് ടു എ ഡൈപോളാർ അയോൺ നോൺ ആസ് വിട്രയോൺ. ഇൻ അക്വസ് സൊല്യൂഷൻ the carboxyl group can lose a proton and amino group can accept a proton and give rise to a dipolar ion known as vitrion. അമിനോ ഗ്രൂപ്പ് ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു പ്രോട്ടോണിനെ ലീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് ലീവ് ചെയ്യുന്ന പ്രോട്ടോണിനെ അമിനോ ഗ്രൂപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആൻഡ് ഹിയർ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ തന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഡൈപോളാർ അയോൺ ഈസ് നോൺ ആസ് വിട്രയോൺ. കറക്റ്റ് പഠിച്ചോണം കേട്ടോ. ദിസ് ഈസ് ന്യൂട്രൽ ബട്ട് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ദിസ് ഈസ് ന്യൂട്രൽ ബട്ട് ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. വട്ട് ഈസ് വിട്രയോൺ? This is neutral but contain both positive and negative charges. In zwitterionic forms, amino acids show amphoteric behavior as they react both with the acids and bases. അപ്പോൾ in zwitterionic form, amino acids show amphoteric behavior. They react with both acids and bases. Except glycine, all other naturally occurring alpha amino acids are optically active. Since the alpha carbon atom is asymmetric, these exist both in D and L form. Most naturally occurring amino acids having L configuration. L amino acids are represented by writing the NH2 group on the left hand side. Except glycine, all other naturally occurring alpha amino acids are optically active. Since the alpha carbon atom is asymmetric, alpha carbon atom is asymmetric, these exist both in D and L forms. Most naturally occurring amino acids have L configuration.
L amino acids are represented by writing NH2 group on the left hand side. Okay. The next structure of protein. Proteins are polymers of alpha amino acids and they are connected to each other by a peptide bond or peptide linkage. Proteins are alpha amino acids in the polymer ആണ്. They are connected to each other by peptide bond or peptide linkages. Chemically, peptide linkage is an amide formed between COH and NH2 group. കണ്ടോ, ഇതൊരു അമിനോ ആസിഡ്സ് ആണ്, ഇതൊരു അമിനോ ആസിഡ് ആണ്. ഇവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് OHും ഇവിടെ നിന്ന് Hഉം. കണ്ടോ, ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് NH2 CS2 CO NH CH CS3 COH. This CONH linkage is called peptide linkage. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് പഠിക്കുക. Peptide linkage is an amide, CONH, amide formed between COH and NH2 group. The reaction between two molecules of similar or different amino acids proceeds through the combination of the amino group of one molecule with the carboxyl group of other, amino group of one molecule with the carboxyl group of other. The result in the elimination of water molecule. Then there one water molecule is eliminated and the formation of a peptide bond, that is CONH bond. This CONH bond is known as peptide bond. The product of the reaction is called a dipeptide because it is made up of two amino acids. It is called a dipeptide because it is formed due to the presence of two amino acids. Okay, the product of the reaction is called a dipeptide because it is made up of two amino acids. Peptide linkage correct ആയിട്ട് പഠിക്കണം. For example, when carboxylic group of glycine combines with amino group of alanine, we get a dipeptide, that is called glycyl alanine. This is glycyl alanine. Okay, this is glycine and this is alanine. Then carboxyl group of glycine react with the amino group of alanine, then we will get glycyl alanine. If a third amino acid combines to a dipeptide, the product is called a tripeptide. Third amino acid combines with the dipeptide, the product is called a tripeptide. A tripeptide contains 3 amino acids linked by 2 peptide linkages. Tripeptide means it contains 3 amino acids that is linked by 2 peptide linkages. Similarly, when 4, 5 or 6 amino acids are linked, the respective products are known as tetrapeptide, pentapeptide or hexapeptide respectively. When the number of such amino acids is more than 10, then the products are called polypeptides. Upon number of such amino acids is more than 10, then the product is called polypeptides. A polypeptide with more than 100 amino acid residues having molecular mass higher than 10,000 U is called a protein. However, the distinction between a polypeptide and a protein is not very sharp. Polypeptides are fewer amino acids are likely to be called proteins if they ordinarily have a well-defined conformation of proteins such as insulin, which contains 51 amino acids. Insulin which contains 51 amino acids, that you should remember. Insulin which contains 51 amino acids. Okay. Then proteins can be classified into 2 types on the basis of their molecular shape. Fibrous protein. When the polypeptide chains run parallel and are held together by hydrogen and disulfide bond, then fiber-like structure is formed. Polypeptide chain run parallel. Parallel ആയിട്ടായിരിക്കും polypeptide chain run ചെയ്യുന്നത്, parallel ആയിട്ട്. And they are held together by hydrogen and disulfide bonds. അപ്പോൾ parallel ആയിട്ട് polypeptide chain റൺ ചെയ്യും, എന്നിട്ട് അതിനെ ഹെൽഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്സ്. ദെൻ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ഈസ് ഫോംഡ്. സച്ച് പ്രോട്ടീൻസ് ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. എക്സാമ്പിൾ കെരാറ്റിൻ ആൻഡ് മയോസിൻ. Okay, keratin is present in hair, wool, silk and myosin is present in muscles. Then fibrous protein. What are the difference between fibrous proteins and globular proteins? നന്നായിട്ട് പഠിച്ചോണം. Fibrous protein means
when the polypeptide chain run parallel and are held together by hydrogen and disulfide bond, then fiber-like structure is formed. Such proteins are generally insoluble in water, example keratin and myosin. Next one is globular protein. The structure result when the chain of polypeptide coil around to give a spherical shape. അപ്പോൾ ഗ്ലോബുലാർ പ്രോട്ടീൻസിൽ നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിൻസ് കോയിൽ അറൗണ്ട് ടു ഗീവ് എ സ്പെറിക്കൽ ഷേപ്പ്, കോയിൽ ചെയ്തിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പായിരിക്കും കിട്ടുന്നത്. ദീസ് ആർ യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ. ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ ആർ ദി കോമൺ എക്സാമ്പിൾസ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ. കറക്റ്റായിട്ട് ഗ്ലോബുലാർ പ്രോട്ടീൻ പഠിക്കുക. സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ദി പ്രോട്ടീൻ ക്യാൻ ബി സ്റ്റഡിഡ് അറ്റ് 4 different levels: primary, secondary, tertiary and quaternary, each level being more complex than the previous one. Structure and shape of the proteins means proteins can be classified in 4 different level: primary, secondary, tertiary and quaternary. ഏതെങ്കിലും ഒന്ന് എക്സാമിന് ഷുവർ ആയിരിക്കും കേട്ടോ. Okay, in primary structure of proteins may have one or more polypeptide chain. കണ്ടോ, 1 or more polypeptide chain ഉണ്ടാകും. പ്രോട്ടീൻസ് എന്ന് പറയാം, പ്രോട്ടീൻസ് മേ ഹാവ് 1 or more polypeptide chain. ഈച്ച് പോളിപെപ്റ്റൈഡ് ഇൻ എ പ്രോട്ടീൻ ഹാസ് അമിനോ ആസിഡ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ ഇൻ എ സ്പെസിഫിക് സീക്വൻസ്. അപ്പോൾ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനിലും അമിനോ ആസിഡ്സ് ഒരു പ്രത്യേക സീക്വൻസിലായിരിക്കും ലിങ്ക് ചെയ്തിരിക്കുന്നത്. And it is this sequence of amino acid that is said to be primary structure of that protein. കണ്ടോ, it is this sequence of amino acids that is said to be primary structure of that protein. കണ്ടോ, അതിനകത്ത് അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത് പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് സീക്വൻസിലായിരിക്കും. ആൻഡ് ദിസ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഈസ് നോൺ ആസ് primary structure of amino acids. Any change in the primary structure, that is the sequence of amino acids, create a different protein. അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഇറ്റ് ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് പഠിക്കുക. ദെൻ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ദി സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റെഫേഴ്സ് ദി ഷേപ്പ് ഇൻ വിച്ച് എ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ്. ദ ഷേപ്പ് ഇൻ വിച്ച് എ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ്. അപ്പോൾ നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റെഫേഴ്സ് ടു ദ ഷേപ്പ് ഇൻ വിച്ച് എ ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ക്യാൻ എക്സിസ്റ്റ്. They are found to exist in 2 different types of structures. കണ്ടോ, 2 different type of structuresലാണ് നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ആൽഫ ഹെലിക്സ് ഓർ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. These structure arise due to the regular folding of the backbone of the polypeptide chain. Polypeptide chain backbone in the regular folding ആണ്. Regular folding of the backbone of the polypeptide chain due to hydrogen bonding between C double bond O and NH group. കണ്ടോ, C double bond Oയും NH ഗ്രൂപ്പും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് മൂലമാണ് അവിടെ പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ബാക്ക് ബോണിൽ റെഗുലർ ഫോൾഡിംഗ് ഉണ്ടായിരിക്കുന്നത്. ദീസ് സ്ട്രക്ചർ അറൈസസ് ഡ്യൂ ടു ദി റെഗുലർ ഫോൾഡിംഗ് ഓഫ് ദി ബാക്ക് ബോൺ ഓഫ് ദി പോളിപെപ്റ്റൈഡ് ചെയിൻ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിംഗ് ബിറ്റ്വീൻ C double bond O and NH group of the peptide bonds. Alpha helix is one of the most common ways in which a polypeptide chain forms all possible hydrogen bonding by twisting in the right-handed screw rule. കണ്ടോ, ഇതാണ് ആൽഫ ഹെലിക്സ് എന്ന്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പോലെയാണ്. ആൽഫ ഹെലിക്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ വേസ് ഇൻ വിച്ച് എ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോംസ് ഓൾ പോസിബിൾ ഹൈഡ്രജൻ ബോണ്ട് by twisting into a right-handed screw. Okay, with right-handed screw with the NH group of each amino acid residue hydrogen bonded to C double bond of adjacent turn of the helix. കണ്ടോ, C double bond ഇനും NHും NHൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആ ഒരു ടേണിലായിരിക്കും C double bond ഉള്ളത്. രണ്ടും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ ആൽഫ ഹെലിക്സിൽ. ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മോസ്റ്റ് കോമൺ വേസ് ഇൻ വിച്ച് എ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോംസ് ഓൾ പോസിബിൾ ഹൈഡ്രജൻ ബോണ്ട്. എങ്ങനെയാണ്? ബൈ ട്വിസ്റ്റിംഗ് ഇൻറ്റു എ റൈറ്റ് ഹാൻഡ് സ്ക്രൂ വിത്ത് ദ NH ഗ്രൂപ്പ് ഓഫ് ഈച്ച് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഹൈഡ്രജൻ ബോണ്ടഡ് വിത്ത്
C double bond of an adjacent turn of the helix. Okay. Then beta pleated structure. In beta structure, all peptide chains are stretched out to nearly maximum extent. Stretched to a maximum. In beta structure, all peptide chains are stretched out to nearly maximum extension and then laid side by side, which are held together by intermolecular hydrogen bonding. കണ്ടോ? അപ്പോൾ നമ്മുടെ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഓൾ പോളിപെപ്റ്റൈഡ് ചെയിനെല്ലാം നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് മാക്സിമം എക്സ്റ്റൻഷനിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അതിനെ ലേഡ് സൈഡ് ബൈ സൈഡ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ദിസ് സ്ട്രക്ചർ റിസംബിൾസ് ടു ദ പ്ലീറ്റഡ് ഫോൾഡ് ഓഫ് ദി ഡ്രൈപ്പറി. നമ്മുടെ ഡ്രൈപ്പറി, നമ്മൾ തുണികളൊക്കെ മടക്കി വയ്ക്കും, അതായത് സാരികളുടെ ഫ്ലീറ്റ്സ് ഇടുന്നത് പോലെ അതിനോട് റിസംബിൾനെസ് ഉണ്ട് അതിന്. Okay, this resembles the pleated fold of the drapery, therefore is known as beta pleated sheet. അതുകൊണ്ടാണ് നമ്മൾ തുണികളൊക്കെ മടക്കി വെക്കുന്നത് പോലെ ആണ്, അല്ലെങ്കിൽ സാരിക്ക് ഫ്ലേറ്റ് ഇടുന്നത് പോലെയാണ്, അതിനോട് റിസംബിൾസ് ഉള്ളത് കൊണ്ടാണ് അതിന് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ. ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. അപ്പോൾ ബീറ്റ സ്ട്രക്ചറിൽ നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിനെ മാക്സിമം എക്സ്റ്റൻഷൻ സ്ട്രെച്ച് ചെയ്തിട്ട് അതിനെ ലേഡ് സൈഡ് ബൈ സൈഡ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ദിസ് ഈസ് സിമിലർ ടു ദ pleated fold of the drapery, so it is known as beta pleated sheet. The next structure of proteins, the tertiary structure of proteins represent overall folding of the polypeptide chain. That means a further folding of the secondary structure. Secondary structure ne veendum fold cheyyuka. It give rise to two major molecular shape, fibrous and globular. The main force which stabilizes the secondary and tertiary structures of proteins are secondary structure ആയാലും ശരി tertiary structure ആയാലും ശരി ആ പ്രോട്ടീൻസ് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ട്, ഡൈസൾഫൈഡ് ലിങ്കേജസ്, വാണ്ടർവാൾസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട്സ്, ഡൈസൾഫൈഡ് ലിങ്കേജ്, വാണ്ടർവാൾ ഫോഴ്സസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മുടെ ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് മീൻസ് സെക്കൻഡറി സ്ട്രക്ചറിനെ ഫർദർ ഫോൾഡിങ് ചെയ്യുക. ഇറ്റ് ഗിവ് റൈസ് ടു ടു മേജർ മോളിക്കുലാർ ഷേപ്പ്, ദറ്റ് ഈസ് ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ. The main forces which stabilizes the secondary and tertiary structures of proteins are hydrogen bond, disulfide linkages, van der Waals and electrostatic force of attraction. The next quaternary structure of proteins. Some of the proteins are composed of two or more quaternary structure of proteins. Some of the proteins are composed of two or more polypeptide chains referred to as subunits. Two or more polypeptide chains referred to as subunits. The spatial arrangement of these subunits with respect to each other is known as quaternary structure. Quaternary structure means some of the proteins are composed of two or more polypeptide chain referred to as subunits. In this spatial arrangement of these subunits with respect to each other is known as quaternary structure. അപ്പോൾ നമ്മുടെ some of the proteins are composed of two or more polypeptide chain. ടു ഓർ മോർ പോളിപെപ്റ്റൈഡ് ചെയിനെയാണ് നമ്മൾ സബ് യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ സബ് യൂണിറ്റ്സിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ, ദാറ്റ് ഈസ് നോൺ ആസ് ക്വാറ്റർണറി സ്ട്രക്ചർ. അപ്പോൾ സം ഓഫ് ദി പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് റെഫേർഡ് ടു ആസ് സബ് യൂണിറ്റ്സ്. ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദീസ് സബ് യൂണിറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ ഈസ് നോൺ ആസ് ക്വാറ്റർണറി സ്ട്രക്ചർ. അപ്പം നമ്മുടെ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് വളരെ കറക്റ്റായിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒന്ന് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, the next topic, denaturation of proteins. Proteins found in biological system with a unique three-dimensional structure and biological activities called native protein. When a protein in its native form is subjected to a physical change like change in temperature or chemical change like change in pH, hydrogen bond are disturbed. അപ്പോൾ നമ്മൾ വെൻ എ പ്രോട്ടീൻ ഇൻസ് നേറ്റീവ് ഫോം അതിന് നമ്മൾ ഈ സബ്ജക്റ്റ് ടു ഫിസിക്കൽ ചേഞ്ചിലേക്ക് ചേഞ്ച് ഇൻ
ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചിലേക്ക് പി എച്ചിന് ചേഞ്ച് വരുത്തുക അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് ചേഞ്ച് വരുത്തുക. ഹൈഡ്രജൻ ബോൺസ് ആർ ഡിസ്റ്റർബ്ഡ്. ഡ്യൂ ടു ദീസ് ഗ്ലോബുൾസ് അൺഫോൾഡ് ആൻഡ് ഹെലിക്സ് ഗെറ്റ് അൺകോയിൽഡ് ആൻഡ് പ്രോട്ടീൻ ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ഗ്ലോബുലസ് അൺഫോൾഡ് ആകും, ഹെലിക്സ് അൺകോയിൽഡ് ആകും ആൻഡ് പ്രോട്ടീൻ ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ദിസ് ഈസ് കോൾഡ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഇതിനാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. Denaturation, secondary and tertiary structures are destroyed but primary structure remains intact. Okay, the coagulation of egg white on boiling is a common example of denaturation. ബോയിൽ ചെയ്യുമ്പോൾ എഗ് വൈറ്റ് കൊയാഗുലേറ്റ് ചെയ്യുന്നത് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡീനേച്ചറേഷൻ. Another example is curdling of milk, which is caused due to the formation of lactic acid by the bacteria present in milk. Curdling of milk, which is caused due to the formation of lactic acid. Coagulation of egg white, then curdling of milk. That is an example of denaturation. Okay. Then okay guys, study up to here. The remaining topic we will take in the next class. Okay, bye.